ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ ചാനൽ. ലിസ്ബണിലെ 2ാം ദിവസം രാവിലെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഐക്കോണിക് ആയ ട്രാം 28ൽ കയറി ഒരു യാത്ര നടത്തുകയാണ്. 1930s മുതലുള്ള ഈ വിൻറ്റേജ് ട്രാമിൽ നമുക്ക് ലിസ്ബണിലെ എല്ലാ പോപ്പുലർ ഡിസ്ട്രിക്ട്സിലൂടെയും കറങ്ങി ഇവിടുത്തെ അടിപൊളി സ്ട്രീറ്റ് വ്യൂസ് കാണാൻ കഴിയും. ഇത് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ചെയ്യേണ്ട ഒരു മസ്റ്റ് ടു ആക്ടിവിറ്റിയാണ്. പിന്നെ നമ്മൾ ചെന്നത് ലിസ്ബണിലെ ഏറ്റവും പോപ്പുലറായ ബെലം എന്ന ഹിസ്റ്റോറിക് ടൗണിലാണ്. ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ആദ്യം പോയത് പാസ്റ്റേഴ്സ് എ ബെലം എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ലോകത്തെമ്പാടുമുള്ള സെലിബ്രിറ്റീസ് അടക്കമുള്ളവർ ഇവിടുത്തെ വേൾഡ് ഫേമസ് ആയ ടാർട്ട് കഴിക്കാനായി എത്തുന്നു. 200 വർഷം പഴക്കമുള്ള ഈ ഷോപ്പ് ലിസ്ബണിലെ ഏറ്റവും ടേസ്റ്റിയായ പോർച്ചുഗീസ് ടാർട്ട് കിട്ടുന്ന സ്ഥലമായി അറിയപ്പെടുന്നു. ബെലമിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ്. എല്ലാം കണ്ടിട്ട് നല്ല അടിപൊളി. ഇതാണ് ഇവിടുത്തെ ഫേമസ് പാസ്റ്റേഴ്സ് എ ബെലം ഫേമസ് ടാർട്ട്, കസ്റ്റർഡ് ടാർട്ട്. ഇത് എഗ് യോക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ടാർട്ടാണ്. പിന്നെ സമോസ ഉണ്ട്, ക്രോക്കറ്റ്സ് ഉണ്ട്, പഫ്സ് ഉണ്ട്, ടോസ്റ്റീസ് ഉണ്ട്, ചീസ് ടോസ്റ്റീസ് ആൻഡ് മാംഗോ ഷേക്ക്, കോഫി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിച്ചു. ടാർട്ടിന്റെ ഹിസ്റ്ററിയും കൂടെ ഒന്ന് പറയാം. ടാർട്ടിന്റെ ഹിസ്റ്ററി, ഇത് പണ്ട് ഈ ഇവിടുത്തെ ഒരു മൊണാസ്ട്രിയിലെ മോംസ് ആണ് ഇത് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അവരുടെയാണ് ഈ റെസിപ്പി. 1837 200 വർഷം മുമ്പാണിത്. ഈ റെസിപ്പി 200 years പ്ലസ് ഉള്ള പ്ലസ് ആണ്. അപ്പം അന്ന് ഈ മൊണാസ്ട്രിയിൽ മോംസ് ആണ് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് സർവൈവലിന് വേണ്ടി അവർ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ലിബറൽ റെവല്യൂഷൻ വന്നപ്പോൾ ഈ മോംസിനും നൺസിനും ഒക്കെ പ്രൈസസ് വന്നല്ലോ. അപ്പോൾ അവരൊരു ആൾക്കാർക്ക് ഇത് വിറ്റ് കാശുണ്ടാക്കാൻ അങ്ങനെ അവർ സർവൈവലിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി തുടങ്ങിയെന്നാണ് പറയുന്നത്. And now after 200 years it's still, very famous. മാത്രമല്ല ഇവിടെ തിരക്ക് കണ്ടാൽ അറിയാം ആൾക്കാരുടെ. പിന്നെ നല്ല കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. Natalia, can you taste this and tell me? This mango shake is Yeah. What about this? Taste it. Is it yummy? Yeah? സൂപ്പർ. നമ്മൾ പലയിടത്തുനിന്നും ലോക്കലായിട്ട് കഴിച്ചെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് വരുന്നില്ല. നമ്മൾ പാസ്റ്റേഴ്സ് എ ബെലംന്ന് ടാർട്ട് കഴിച്ച് പുറത്തിറങ്ങി. അടിപൊളി ടാർട്ടായിരുന്നു. ഇവിടെ അഭിപ്രായം ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് അവിടുത്തെ? എക്സലന്റ്, നല്ല ഫുഡായിരുന്നു. 1837 200+ years ഓൾഡ് റെസിപ്പി. ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. നമ്മൾ കണ്ടില്ലേ, പഴയ 200 വർഷം മുമ്പുള്ളായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ആൾക്കാർ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നവരുണ്ട്. നമ്മളെ കൊണ്ട് ബസ്സിൽ വന്നപ്പോൾ പലരും ഇങ്ങനെ, അതെ, ഇവിടെ മാത്രം ഇങ്ങനെ ചൂണ്ടി കാണിച്ചത് ഇത് കണ്ടോ. ഇവിടെ ഈ റോഡ് സൈഡിലാണ്. ഇവിടെ നിന്ന് അടുത്താണ് ബെലം ടവർ. നിങ്ങൾ വരുമ്പോൾ ആദ്യം ഈ സ്റ്റോപ്പിൽ ഇറങ്ങി ഇത് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഹെഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ. പക്ഷേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മസ്റ്റ് അല്ലേ. വലിയ റെസ്റ്റോറൻ്റ് ആണ്, ഭയങ്കര വലിയ റെസ്റ്റോറൻ്റ് ആണ്. ഒത്തിരി സീറ്റിംഗ് സ്പേസ് ഉണ്ട്. അതെ, അത് മാത്രമല്ല വേറൊരു കാര്യം, വലിയ ഡിഫറൻസ് ഇല്ല. അതായത് നമ്മൾ ലോക്കലി നമ്മൾ അവിടെ കണ്ട ടാർട്ട്സിൽ കഴിച്ച അതിന് ഇതിൻ്റെ പകുതി ടേസ്റ്റ് പോലും ഇല്ല. ബട്ട്
ഇവിടുത്തെ ടാർട്സ് വളരെ ടേസ്റ്റി ആൻഡ് ക്രീമി, നല്ലൊരു ടെക്സ്ചർ, ഒരു ഡിഫറെൻ്റ് ഒരു അല്ലേ, നല്ല ചൂടോടെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ വിലയില്ല അല്ലെ, എന്താ തോന്നിയേ? വില പ്രൈസ് വളരെ നോർമൽ പ്രൈസ്, അതായത് പുറത്ത് വാങ്ങിക്കുന്ന പ്രൈസിന് അതിനോടൊത്തോ അല്ലെങ്കിൽ അതിനെ കുറച്ച് താഴെയാണ്. സാധാരണ ഈ ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ദേ ഷുഡ് ചാർജ് എ പ്രീമിയം. പക്ഷെ ഇവര് നേരെ ബ്രാൻഡ് നെയിമിനെ അവര് എടുത്ത് വളരെ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ബ്രാൻഡ് നെയിം വെച്ചിട്ട് അവര് ഒത്തിരി ഓവർ ചാർജ് ചെയ്യുന്നില്ല. സാധാരണ അതാണ് സംഭവിക്കുന്നത്. സോ ദാറ്റ്സ് അല്ല, അതാണ് ഇവിടുത്തെ ബെസ്റ്റ് ഫീച്ചർ അല്ലേ. വളരെ നല്ലൊരു അതെ. ഇപ്പോൾ നേരെ കാണുന്നതാണ് ജെറോണിമസ് മൊണാസ്ട്രി. പ്രശസ്തമായ ഈ മൊണാസ്ട്രിയിലാണ് വാസ്കോഡഗാമയെ അടക്കിയിരിക്കുന്നത്. വാസ്കോഡഗാമ പണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചതും ഈ സ്ഥലത്ത് നിന്നാണ്. ഇവിടെ മുൻപ് ഒരു ചർച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പണിത ഈ മൊണാസ്ട്രി ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. പ്രാസേദെ എംപോറിയോ അല്ലെങ്കിൽ എംപയർ സ്ക്വയർ എന്നറിയപ്പെടുന്ന സിറ്റി സ്ക്വയറും മനോഹരമായ ഒരു പാർക്കും ഇവിടെ കാണാം. നല്ല ഫോട്ടോസ് എടുത്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പാർക്കാണിത്. ഈ പാർക്കിലൂടെ നമ്മൾ കുറച്ചു നേരം നടന്നു. ഇന്ത്യ അടക്കം ഏഷ്യയിലെ പല ഭാഗങ്ങളിലേക്കും പണ്ടിവിടെ നിന്നും കപ്പലുകൾ പുറപ്പെടുമായിരുന്നു. നമ്മുടെ കൊച്ചിയിലേക്കും ഗോവയിലേക്കും ഒക്കെ പണ്ട് സ്പൈസ് റൂട്ട് എന്നറിയപ്പെടുന്ന ട്രേഡിംഗ് റൂട്ട് വഴി ഇങ്ങനെ ഫ്ലീറ്റ്സ് പോകുമായിരുന്നു. ഇങ്ങനെ എല്ലാ വർഷവും പുറപ്പെടുന്ന ഫ്ലീറ്റ്സ് കൊണ്ടുവരുന്ന പ്രോഫിറ്റ്സിൽ നിന്നുമാണ് ഇവിടുത്തെ ജെറോണിമസ് മൊണാസ്ട്രി പണിതെന്നാണ് പറയപ്പെടുന്നത്. ഈ പാർക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വശത്ത് ജെറോണിമസ് മൊണാസ്ട്രിയും മറുവശത്ത് ടേഗസ് റിവർ സൈഡിന്റെ ബ്യൂട്ടിഫുൾ വ്യൂസും കാണാൻ കഴിയും. ടേഗസ് റിവർ ബാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാൻഡ് മോണുമെന്റ് കണ്ടു. ഇത് പോർച്ചുഗീസ് ഏജ് ഓഫ് ഡിസ്കവറിയുടെ ഓർമ്മ സൂചകമായി 1939 നിർമ്മിക്കപ്പെട്ടതാണ്. ഡിസ്കവറി മോണുമെന്റ് എന്നാണ് ഈ മോണുമെന്റ് അറിയപ്പെടുന്നത്. സിമെന്റും റോസ് ടിൻഡഡ് സ്റ്റാച്യൂസും കൊണ്ട് നിർമ്മിച്ച ഈ മോണുമെന്റിൽ ലൈംസ്റ്റോണിൽ കാർവ് ചെയ്തിരിക്കുന്ന മനോഹരമായ കുറേ സ്റ്റാച്യൂസ് കാണാം. പോർച്ചുഗീസ് എക്സ്പ്ലോറേഷന് തുടക്കമിട്ട ഹെൻറി ദ നാവിഗേറ്റർ എന്ന പഴയ ഒരു ഡ്യൂക്കിന്റെ സ്റ്റാച്യു ആണ് ഏറ്റവും മുമ്പിൽ കാണുന്നത്. കൂടാതെ ഏഷ്യയിലേക്കുള്ള ആദ്യ സീ റൂട്ട് കണ്ടുപിടിച്ച വാസ്കോഡഗാമ അടക്കം 33 എക്സ്പ്ലോറേഴ്സിന്റെ സ്റ്റാച്യു ഈ മോണുമെന്റിന്റെ 2 ഭാഗത്തുമായി കൊത്തിവെച്ചിരിക്കുന്നു.
ഒരു ഷിപ്പിന്റെ ഷേപ്പിലാണ് ഈ മോണുമെന്റ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റിന് വേണമെങ്കിൽ ഇവിടെ എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി മുകളിൽ നിന്നുള്ള വ്യൂസ് കാണുവാനും സാധിക്കും. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ടേഗസ് റിവർ ബ്രിഡ്ജും ക്രൈസ്റ്റ് കിങ് സ്റ്റാച്യൂവും ഒക്കെ അങ്ങ് ദൂരെ കാണാം. നമ്മൾ ഇനി നേരെ ബെലം ടവറിലേക്കാണ് നടക്കുന്നത്. ടേഗസ് റിവറിന്റെ അരികിലൂടെ കാറ്റും കൊണ്ട് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ടൂറിസ്റ്റും സ്ട്രീറ്റ് വെൻഡേഴ്സും ഒക്കെയായി നല്ലൊരു വൈബുണ്ട് ഇവിടെ. ലിസ്ബണിലെ ഈ ബ്യൂട്ടിഫുൾ ഹിസ്റ്റോറിക് ടൗൺ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടുത്തെ രുചികരമായ ടാർട്ടും ബ്യൂട്ടിഫുൾ ടേഗസ് റിവർ ബാങ്കും ഒക്കെ നമുക്ക് ഒത്തിരി നല്ല മെമ്മറീസ് സമ്മാനിക്കുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ബെലം ടവറിന്റെ അടുത്തെത്തി. 16th സെഞ്ചുറിയിൽ നിർമ്മിച്ച ഈ ടവർ പണ്ട് പോർച്ചുഗീസ് എക്സ്പ്ലോറേഴ്സിന്റെ മെയിൻ എംബാർക്കേഷൻ ഡിസെംബാർക്കേഷൻ പോയിന്റ് ആയിരുന്നു. പോർച്ചുഗീസിന്റെ മാരിടൈം ആൻഡ് കൊളോണിയൽ പവർ സിംബലൈസ് ചെയ്യുന്ന 100 അടി ഉയരമുള്ള 4 നിലയുള്ള ഒരുതരം ലൈംസ്റ്റോണിൽ നിർമ്മിച്ച ഈ ടവർ ഇപ്പോൾ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ബെലം ടവറിന്റെ ഒരു മിനിയേച്ചർ ഫോമും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ബെലം ടവർ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. എല്ലാവരും ഇവിടെ തന്നെ മാറാതെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാം. നമ്മളും ഇവിടെ കുറേ നല്ല ഫോട്ടോസ് എടുത്തു. നമ്മളിവിടെ നിൽക്കുന്നത് ലിസ്ബണിലെ ടൈം ഔട്ട് മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റ് ആണ്. ബെലമിൽ നിന്നും തിരിച്ച് ലിസ്ബൺ ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഫേമസ് ടൈം ഔട്ട് മാർക്കറ്റും കുറച്ച് സമയം ചെലവഴിച്ചു. ഒത്തിരിയേറെ സ്വീറ്റ് ട്രീറ്റ്സും സീ ഫുഡും എന്ന് വേണ്ട എല്ലാതരം ഫുഡ് ഓപ്ഷൻസും ഈ മാർക്കറ്റിലുണ്ട്. പലതരം സ്പെഷ്യാലിറ്റി ഫുഡ്സ് കൂടാതെ മിഷലിൻ സ്റ്റാർ ഷെഫ്സിന്റെ ഫുഡ് വരെ നമുക്ക് ഈ മാർക്കറ്റിലെ റെസ്റ്റോറൻറ്റ്സിൽ ട്രൈ ചെയ്യാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ലിസ്ബണിൽ വളരെ പോപ്പുലറായ 2-3 സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ഇവിടുത്തെ കാഴ്ചകൾ കാണാനായി സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് എപ്പിസോഡ്. അതുവരെയും ബൈ.